ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബട്ടർ ഫ്രൂട്ട് പറിക്കുന്ന സമയത്ത് ഒരു ബട്ടർ ഫ്രൂട്ട് ഡാമേജ് ആയി. അപ്പോൾ ആ ഡാമേജ് ആയ ബട്ടർ ഫ്രൂട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേപ്പ് ഇട്ടിട്ട് ഒരു 2 ദിവസം വെക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം എടുത്ത് നോക്കുമ്പോൾ അതിലൊരു മോയ്സ്ചർ കയറിയ പോലെ ഉണ്ടായി. നമ്മൾ ആക്ച്വലി ഡ്രൈ ആക്കിയിട്ടുണ്ടായിട്ടില്ല. നോക്കുമ്പോൾ കുറച്ച് ചീഞ്ഞ പോലെ ഉണ്ടായി. അത് ഓപ്പൺ ആക്കി അതിനെ ക്ലീൻ ആക്കി നമ്മൾ ഒന്നും കൂടി ആ വെട്ടായിട്ടുള്ളത് നല്ല ഡ്രൈ ആക്കി ടിഷ്യൂവിൽ ഒന്നും കൂടി നമ്മൾ ടേപ്പ് ഇട്ടിട്ട് വെക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് 5-ാം ദിവസമാണ്. ഈ 2 ദിവസം നമ്മൾ അരിക്കുള്ളിലാണ് വെച്ചിട്ടുള്ളത്. 5-ാം ദിവസം എടുത്ത് നോക്കുമ്പോൾ ചെറുങ്ങനെ ഞെങ്ങുന്നുണ്ടായി. അപ്പോൾ ഇത് സക്സസ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കുമ്പോൾ ആ ഒരു ഏരിയ മാത്രം കുറച്ച് ചീത്തയായിട്ടുണ്ടായി. എന്നാലും നമ്മൾ ഓപ്പണാക്കി നോക്കുമ്പോൾ ഉള്ളിൽ ഫുള്ള് നല്ല ക്ലിയർ ആയിരുന്നു. ഇതിൻ്റെ കൂടെ പറിച്ചതൊന്നും പഴുത്തിട്ടില്ല, ഇത് മാത്രം പഴുത്ത്. ബട്ടർ ഫ്രൂട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇത് ചെയ്തത്. ഫുള്ള് ഷുഗറൊക്കെ ഇട്ട് അടിച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് ആദ്യം കഴിക്കുന്നതാണ്. കുട്ടിക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് സെപ്പറേറ്റ് സോസറൊന്നും ഉണ്ടാവില്ല. ഇത് നല്ലോണം ബ്ലെൻഡാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തന്നെ കവറിലിട്ടിട്ടാണ് നമുക്ക് തരുന്നത് വിത്ത് സ്പൂണായിട്ട്. അപ്പോൾ അതേ സ്റ്റൈലിൽ ആണ് ഇന്ന് ചെയ്തത്. പക്ഷേ ടേസ്റ്റിൽ ഒരു ഇതും ഉണ്ടായിട്ടില്ല, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ റിച്ചിയും കുറേ നേരമായി കാക്കുന്നു. അപ്പോൾ റിച്ചിക്ക് ഒരിച്ചിരി ഇട്ട് കൊടുക്കുന്നതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ.